എല്ലാവർക്കും നമസ്കാരം. കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് 2026 നമ്മുടെ മലപ്പുറം ജില്ല സംബന്ധിച്ച് എല്ലാ തയ്യാറികൾ ഇപ്പോൾ കംപ്ലീറ്റ് ആണ്. നമ്മുടെ 16 മണ്ഡലമുണ്ട്. ഏകദേശം വോട്ടറിൻ്റെ സംഖ്യ നമുക്ക് 36.3 ലാക്സ് ആണ്. മെയിൽ വോട്ടർ 18.2 ലാക്സ്, ഫീമെയിൽ വോട്ടർ 18.1 ലാക്ക്, ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ് 38. നമ്മുടെ PWD വോട്ടർ ഏകദേശം 30,000 ആണ്. സർവീസ് വോട്ടേഴ്സ് ഏകദേശം അറൗണ്ട് 1,800 ആണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ജില്ലയിൽ പോളിംഗ് സ്റ്റേഷനിൻ്റെ എണ്ണം 3682 മെയിൻ പോളിംഗ് സ്റ്റേഷനാണ്. ഇതിൻ്റെ പകരം 7 ഓക്സിലറി പോളിംഗ് ബൂത്താണ്. ഈ പോളിംഗ് ബൂത്തിനകത്ത് 43 വൾനറബിൾ പോളിംഗ് ബൂത്താണ്. നമുക്ക് കഴിഞ്ഞ ഇലക്ഷൻസിൽ അതിൻ്റെ കേസൊക്കെ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് 43 വൾനറബിൾ പോളിംഗ് ബൂത്ത് നമുക്ക് മാർക്ക് ചെയ്തു 15 ലൊക്കേഷൻസിൽ. പിന്നെ 15 ബൂത്ത് കുറച്ച് നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂ ഉള്ള ബൂത്തുകളാണ്. അതും നമുക്ക് ചിഹ്നം ചെയ്തു. ഈ എല്ലാ ബൂത്തുകൾ നമുക്ക് ബഹുമാനപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം അഷ്യോർഡ് മിനിമം ഫെസിലിറ്റി, ലൈറ്റ്, റാമ്പ്, ടോയ്ലറ്റ്സ്, ഷെയ്ഡ്, ഫർണിച്ചർ എല്ലാം നമ്മൾ എൻഷുർ ചെയ്തു. നമ്മുടെ 48 മോഡൽ പോളിംഗ് സ്റ്റേഷനാണ്. കമ്മീഷനിൻ്റെ ഡയറക്ഷൻസ് പ്രകാരം 80 എല്ലാ വനിത മാനേജ്ഡ് പോളിംഗ് ബൂത്ത്, ഓൾ വിമൻ മാനേജ്ഡ് പോളിംഗ് ബൂത്താണ്. പിന്നെ 3 ബൂത്ത് നമുക്ക് ഓൾ ഇൻക്ലൂസീവ് പോളിംഗ് ബൂത്താണ്. ഈ എല്ലാ പോളിംഗ് ബൂത്തിൽ നമുക്ക് 100% വെബ് കാസ്റ്റിംഗ് നമ്മൾ എൻഷുർ ചെയ്യാം ഈ തവണ. അതിൻ്റെ വേണ്ടി ഒരു വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂം നമുക്ക് ജില്ലാ ലെവലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ജില്ലയിൽ ഓൾറെഡി 11 ബഹുമാനപ്പെട്ട ഒബ്സർവർമാസ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിന്ന് ഓൾറെഡി വന്നു. 6 ജനറൽ ഒബ്സർവേഴ്സ്, 4 എക്സ്പെൻഡിച്ചർ ഒബ്സർവേഴ്സ്, പിന്നെ ഒരു പോലീസ് ഒബ്സർവർ. നമ്മുടെ ഇലക്ടോറൽ റോൾ സംബന്ധിച്ച് ഓൾറെഡി ഇലക്ടോറൽ റോൾ നമുക്ക് പബ്ലിഷ് ആയിരുന്നു. അതിൻ്റെ കോപ്പി നമ്മുടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനെ നമുക്ക് ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. മാർക്ഡ് കോപ്പീൻ്റെ പ്രിപ്പറേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയി. അടുത്ത നമ്മുടെ മാൻ പവർ സംബന്ധിച്ച് നമ്മുടെ പോളിംഗ് ബൂത്തിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസേഴ്സ്, പിന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസേഴ്സിൻ്റെ നമ്പർ സഫീഷ്യൻ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ റിസർവും കൂടി ഉണ്ട്. സഫീഷ്യൻറ്റ് റിസർവ് ഇസ് ദെയർ. മൈക്രോ ഒബ്സർവേഴ്സും നമുക്ക് ഓൾറെഡി നിശ്ചയിച്ചു. 56 മൈക്രോ ഒബ്സർവേഴ്സാണ്. നമ്മുടെ എല്ലാ മാൻ പവറിൻ്റെ ഇലക്ഷൻ സംബന്ധിച്ച് എല്ലാ ട്രെയിനിങ് കഴിഞ്ഞു. 3 ഘട്ടത്തിൽ ഓൾറെഡി ട്രെയിനിങ് കംപ്ലീറ്റ് ആയി. പിന്നെ ഒരെണ്ണം ട്രെയിനിങ് ഇപ്പോൾ മോപ്പപ്പ് ട്രെയിനിങ് പോലെ നമുക്ക് ചെയ്യാം. ഹോം വോട്ടിംഗ് നമുക്ക് ഓൾറെഡി കംപ്ലീറ്റ് ആയി. നമ്മുടെ ഏകദേശം 200 ടീംസ് ഉണ്ടായിരുന്നു ഹോം വോട്ടിംഗെ സംബന്ധിച്ച്. 18,000 ആൾക്കാർ ഹോം വോട്ടിംഗ് ഓപ്റ്റ് ചെയ്തു. 2 കാറ്റഗറിയിൽ 85 വർഷൻ്റെ മുകളിലുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസൺസ്, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. അത് ഓൾറെഡി നമുക്ക് കഴിഞ്ഞു. നമ്മുടെ പോളിംഗ് പാർട്ടീൻ്റെ റാൻഡമൈസേഷൻ, ഫസ്റ്റ് റാൻഡമൈസേഷൻ 24 മാർച്ചിൽ ഉണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ റാൻഡമൈസേഷൻ 29 മാർച്ച്. മൂന്നാമത്തെ റാൻഡമൈസേഷൻ നമ്മുടെ പോളിംഗ് പാർട്ടിയിൽ അത് ഇന്ന് ഈവനിങ് നമുക്ക് നിശ്ചയിച്ചു. അത് ഇൻ ദ പ്രസൻസ് ഓഫ് നമ്മുടെ ജനറൽ ഒബ്സർവേഴ്സ് ഇന്ന് ഈവനിങ് നമുക്ക് ചെയ്യാം. നോമിനേഷൻ്റെ സ്റ്റേറ്റസ് ടോട്ടൽ 216 നോമിനേഷൻസ് നമ്മൾ റിസീവ് ചെയ്തു. അതിനകത്ത് വാലിഡ് നോമിനേഷൻസ് 137 ആയിരുന്നു. ഫൈനൽ നമ്പർ ഓഫ് നമ്മുടെ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് 95 ആണ്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ച് മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റും ലോ ആൻഡ് ഓർഡർ കൂടുതൽ വിവരം നമുക്ക് ജില്ലാ പോലീസ് മേധാവി തരും. പക്ഷേ ഞാൻ ബ്രീഫായിട്ട് പറയാം. ഇവിടെ പല പല രീതിയിൽ നമുക്ക് സ്ക്വാഡ്സ് രൂപീകരിച്ചു. 144 ഫ്ലൈയിങ് സ്ക്വാഡ്സ്, 9 per LAC, 144 സ്റ്റാറ്റിക് സർവൈലൻസ് ടീം, അഗെയിൻ 9 per LAC, പിന്നെ 32 ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്, 32 വീഡിയോ സർവൈലൻസ് ടീം, പിന്നെ 16 വീഡിയോ വിവിംഗ് ടീം. ഈ ടീം നമ്മുടെ ഇലക്ഷൻ അനൗൺസ്മെൻറ്റിന് ശേഷം നമുക്ക് ഓൾറെഡി ആക്റ്റീവാണ്. പ്രോപ്പറായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതും നമുക്ക് ജില്ലാ ലെവലിൽ മോണിറ്ററിങ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ജില്ലാ ലെവലിൽ ടോട്ടൽ സീസേഴ്സ് നോക്കിയാൽ നമുക്ക് ടോട്ടൽ സീസറിൻ്റെ എമൗണ്ടാണ് 4.46 crores. ഇതിൽ ക്യാഷ് ഉണ്ട്, ലിക്കറിൻ്റെ സീസറുണ്ട്, ഡ്രഗ്സിൻ്റെ സീസറുണ്ട്. നമ്മുടെ പോൾ ഡേ പ്രിപ്പറേഷൻ സംബന്ധിച്ച് ഓൾറെഡി നമ്മുടെ EVMസിൻ്റെ കമ്മീഷനിങ് നമുക്ക് കഴിഞ്ഞു. അതാത് സ്ട്രോങ് റൂമിൽ ഇപ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്തു.
നാളെ നമ്മുടെ ഡിസ്പാച്ചാണ്, ഡിസ്പാച്ചും ഡിസ്ട്രിബ്യൂഷനാണ്. നാളെ നമുക്ക് 16 മണ്ഡലത്തിൻ്റെ 16 സ്ഥലത്തിൻ്റെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ആവും. ഇതിനെ സംബന്ധിച്ച് ഓൾറെഡി ഒരു ജില്ലാ ലെവൽ കൺട്രോൾ റൂം നമുക്ക് പ്ലാനിംഗ് സെക്രട്ടേറിയറ്റിൽ നമുക്ക് സജ്ജീകരിച്ചു. വെബ് കാസ്റ്റിംഗ് കൺട്രോൾ റൂമും അവിടെ തന്നെ ഉണ്ടാവും. 16 ഡിസ്ട്രിബ്യൂഷനും റിസപ്ഷൻ സെൻറ്ററാണ് നമ്മുടെ 16 മണ്ഡലംക്ക് വേണ്ടി. പിന്നെ സ്ട്രോങ് റൂം 16 സ്ട്രോങ് റൂം 7 ലൊക്കേഷൻസിലാണ്. നമ്മുടെ പോളിംഗ് പാർട്ടിൻ്റെ ടോട്ടൽ എണ്ണം 17,708 ആണ്. നമുക്ക് നാളെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വന്നിട്ട് നമുക്ക് മെഷീനൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. പിന്നെ മെഷീൻ എടുത്തിട്ട് അതാത് പോളിംഗ് സ്റ്റേഷൻസിൽ വരും. ഇതിനെ സംബന്ധിച്ച് 351 സെക്ടർ ഓഫീസേഴ്സ്, 351 സെക്ടോറൽ അസിസ്റ്റൻറ്റ് നമുക്ക് നിയമിച്ചു. 1258 റൂട്ട് ഓഫീസേഴ്സ് നിയമിച്ചു. 56 മൈക്രോ ഒബ്സർവേഴ്സ്. പിന്നെ അതിൻ്റെ പകരം 15 ബൂത്താണ്, അവിടെ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്, അവിടെയും നമുക്ക് മൈക്രോ ഒബ്സർവേഴ്സ് പോസ്റ്റിംഗ് ആയി. 6 ക്വിക്ക് റെസ്പോൺസ് ടീം നമുക്ക് ഒരു LSCക്ക് അങ്ങനെ നമുക്ക് പോസ്റ്റ് ചെയ്തു. ഇതിന് സംബന്ധിച്ച് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ച് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വണ്ടിൻ്റെ നമ്പർ നമ്മുടെ കൂടെ ഉണ്ട്. ടോട്ടൽ ഏകദേശം 1300 വെഹിക്കിൾസ് നമുക്ക് അറേഞ്ച് ചെയ്തു. എല്ലാ വെഹിക്കിൾസ് നമ്മുടെ GPS മൗണ്ടഡ് വെഹിക്കിൾസ് ആവും, സോ ദാറ്റ് വി ക്യാൻ ട്രാക്ക് ദ മൂവ്മെൻറ്റ് ഓൾസോ. അടുത്ത നമുക്ക് പോസ്റ്റൽ ബാലറ്റ് സംബന്ധിച്ച് കുറച്ച് വിവരം. നമുക്ക് ഫോം 12D അസെൻഷ്യൽ സർവീസ്ക്ക് വേണ്ടി പോസ്റ്റൽ വോട്ടിംഗ് ഫെസിലിറ്റി നമുക്ക് PVC വഴി വോട്ട് ഉണ്ടായിരുന്നു. അത് നമുക്ക് ഏകദേശം 100% ഇതിൻ്റെ പകരം ഫോം 12 വോട്ടർ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, അതിൻ്റെ ടോട്ടൽ നമ്പർ ഏകദേശം നമ്മുടെ 12,500 ആണ്. ഇതിനകത്ത് ഓൾറെഡി 40% വോട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു. ബാക്കി വോട്ടിംഗ് നമുക്ക് ഇന്നും നാളെയുമാണ്. നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നമ്മുടെ പോളിംഗ് പാർട്ടീസ് വോട്ട് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എല്ലാ അറേഞ്ച്മെൻറ്റ്സ് അതിന് വേണ്ടി നമുക്ക് എൻഷുർ ചെയ്തു. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ നമുക്ക് നാളെ VFC വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ നമുക്ക് സജ്ജീകരിക്കും. അവിടെ നമുക്ക് പോളിംഗ് പാർട്ടി പ്രോപ്പറായിട്ട് വോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ ആവശ്യമാണെങ്കിൽ നമുക്ക് കൂടുതൽ ടീംസ് അവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ആ രീതിയിലുള്ള എല്ലാ നമുക്ക് തയ്യാറികൾ കംപ്ലീറ്റ് ആണ്. ഇതിൻ്റെ പകരം വിജിലും നമുക്ക് നന്നായിട്ട് ടേക്കപ്പ് ചെയ്യാനുണ്ട്. ഏകദേശം 30,000 കേസസാണ് നമ്മുടെ ടീംസ്, നമ്മുടെ സ്ക്വാഡ്സ്, ഫ്ലൈയിങ് സ്ക്വാഡ്സും ആൻറ്റി ഡിഫേസ്മെൻറ്റ് സ്ക്വാഡ്സും വിജിൽ വഴി ഹാൻഡിൽ ചെയ്തു. നമ്മുടെ ഏകദേശം റെസ്പോൺസ് ടൈം 10 മിനിറ്റിൻ്റെ താഴെയാണ്. കമ്മീഷനിൻ്റെ മാനദണ്ഡ പ്രകാരം 100 മീറ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ നമുക്ക് ആവറേജ് ടൈം 10 മീറ്റേഴ്സിൻ്റെ താഴെയാണ്. ഏകദേശം 30,000 കേസസ് നമുക്ക് ഹാൻഡിൽ ചെയ്തു. MCC എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ പ്രോപ്പറായിട്ട് പോകുന്നുണ്ട്. നമ്മുടെ ജില്ലയിൽ 6 കംപ്ലയിൻറ്റ്സ് നമുക്ക് റിസീവ് ചെയ്തു MCC വയലേഷനിൻ്റെ. അതിനെ സംബന്ധിച്ച് 2 കേസസ് നമുക്ക് ഓൾറെഡി രജിസ്റ്റർ ചെയ്തു. ബാക്കി 4 കേസസിൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ പുരോഗതിയിലാണ്. പോളിംഗ് ടൈം 9-ാം തീയതി രാവിലെ 7 മണി മുതൽ ഈവനിങ് 6 PM ആണ്. ഇന്ന് ഈവനിങ് 6 മണി നമ്മുടെ സൈലൻസ് പീരീഡ് സ്റ്റാർട്ടാവും. നമ്മുടെ എല്ലാ ക്യാമ്പയിനിങ്ങും ഒക്കെ ഇന്ന് ഈവനിങ് അവസാനിപ്പിക്കും. അതുകൊണ്ട് എൻ്റെ ഈ അഭ്യർത്ഥന ആണ് എല്ലാ പോളിംഗ് പാർട്ടീസിൻ്റെ, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന് ഇതിൻ്റെ കൂടുതൽ സഹായിക്കുകയും വേണം. പീസ്ഫുൾ വോട്ടിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും, അത് നമുക്ക് എൻഷുർ ചെയ്യണം. പിന്നെ എപ്പിക് കാർഡ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കഴിഞ്ഞു. ഈ കമ്മീഷനിൻ്റെ നിർദ്ദേശം പ്രകാരം ഈ വോട്ടർക്ക് വേണ്ടി എപ്പിക് കാർഡ് മാത്രമില്ല, നമുക്ക് കൂടുതൽ പ്രയാസം ചെയ്യണം. എപ്പിക് കാർഡ് എടുത്തിട്ട് മാത്രമേ വോട്ടിംഗ് ബൂത്തിൽ എത്തണം. എപ്പിക് കാർഡ് ഇല്ലെങ്കിൽ കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരം 12 ഡോക്യുമെൻറ്റ്സ് ആണ്. ആ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് വോട്ട് ചെയ്യാൻ പറ്റും. ആധാർ കാർഡ്, मनरेगा ജോബ് കാർഡ്, പാസ്ബുക്ക് വിത്ത് ഫോട്ടോ ഇഷ്യൂഡ് ബൈ ബാങ്ക് ഓർ PO, ഹെൽത്ത് ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, സ്മാർട്ട് കാർഡ് ഇഷ്യൂഡ് ബൈ RGI under NPR, Indian passport, pension document with photograph, service identity card with photograph, official ID card issued to MPs, MLAs, MLCs, unique disability ID card issued by Ministry of Social Justice and Empowerment.
ഈ 12 ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഇതും യൂസ് ചെയ്തിട്ട് നമ്മുടെ വോട്ടർമാർ വോട്ട് ചെയ്യാൻ പറ്റും. ലോ ആൻഡ് ഓർഡറിൻ്റെ കൂടുതൽ വിവരം ജില്ലാ പോലീസ് മേധാവി തരും. സോ നമ്മുടെ വോട്ടിംഗ് ഡേ ആണ് 9th April. സോ എൻ്റെ അഭ്യർത്ഥന നമ്മുടെ എല്ലാ വോട്ടർമാർ കൂടുതൽ നമ്പേഴ്സിൽ നമ്മുടെ അടുത്തുള്ള വോട്ടിംഗ് ബൂത്തിൽ വന്നിട്ട് ഈ തവണ നന്നായിട്ട് വോട്ട് ചെയ്യും. നമ്മുടെ വോട്ടിംഗ് ശതമാനം കൂട്ടും. എൻ്റെ ഇത് അഭ്യർത്ഥന ആണ്. ലോ ആൻഡ് ഓർഡർ വിൽ ബി ബ്രീഫ്ഡ് ബൈ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്. 9/4/2026 ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടത്തുകയാണ്. ജില്ലയിൽ 3682 പോളിംഗ് ബൂത്തുകളും 7 ഓക്സിലറി പോളിംഗ് ബൂത്തുകളും ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ചിട്ടുള്ളതാണ്. 5 കമ്പനി കേന്ദ്രസേനയും 3 കമ്പനി കർണാടക പോലീസ്, 4 കമ്പനി തമിഴ്നാട് പോലീസ്, 9 കമ്പനി AP ബറ്റാലിയൻ സേനാംഗങ്ങളും അടക്കം 4729 സേനാംഗങ്ങളെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വൾണറബിൾ ഏരിയാസ്, ക്രിട്ടിക്കൽ ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ദോബസ്ത് സ്കീം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിലുടനീളം ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള സമയമാണ്. ജില്ലയിൽ സൈബർ സെല്ലിൻ്റെയും സൈബർ പോലീസ് സ്റ്റേഷൻ്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് നടത്തി MCCക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട്. MCCക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. ഇത്തരം വ്യാജ പ്രചരണം നടത്തിയവർക്കെതിരെ ഇതുവരെ 16 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏകദേശം 200ഓളം സോഷ്യൽ മീഡിയ കണ്ടന്റ് റിമൂവലിന് കൊടുത്തിട്ടുണ്ട്. ജില്ലയിൽ ശക്തമായ നിരീക്ഷണം നടത്തുന്നതിനായി 1/4/2026 മുതൽ 17 ഡ്രോണുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ജില്ലയിൽ MCC നിലവിൽ വന്ന ശേഷം 1914.69 ഗ്രാം കഞ്ചാവ്, 48.46 ഗ്രാം MDMA, 86 ഗ്രാം ഹാഷിഷ് ഓയിൽ, 8.92 ഗ്രാം മെത്താംഫെറ്റമിൻ, 24 ലിറ്റർ IMFL, 60,42,000 രൂപ എന്നിവ പിടികൂടി നടപടി സ്വീകരിച്ചിട്ടുള്ളത് പോത്തുകൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഒരു നാടൻ തോക്കും 6 തിരകളും പിടികൂട്ടിയിട്ടുള്ളതാണ്. ഇലക്ടോറൽ ഓഫൻസ് ബന്ധപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951 BNS വിവിധ വകുപ്പുകൾ പ്രകാരം നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. ജില്ലയിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങളിൽ ലോക്കൽ പോലീസിൻ്റെയും CAPF വിഭാഗത്തിൻ്റെയും ശക്തമായ സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിൽ 202 ഗ്രൂപ്പ് പെട്രോൾ പരിധികളായി 3682 പോളിംഗ് ബൂത്തുകൾ നിലവിലുണ്ട്. ഇവിടങ്ങളിൽ 10 ഇലക്ഷൻ സബ് ഡിവിഷൻ DYSPമാരുടെ കീഴിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ജില്ലയിൽ 34 പോലീസ് സ്റ്റേഷൻ പരിധികളിൽ 34 ലോ ആൻഡ് ഓർഡർ പെട്രോൾ വിഭാഗവും 34 QRT പെട്രോൾ വിഭാഗവും 202 ഗ്രൂപ്പ് പെട്രോൾ വിഭാഗവും പെട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടാവും. ജില്ലാ പോലീസ് മേധാവിയുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സിന് കൂടാതെ ADGP ലോ ആൻഡ് ഓർഡർ സ്ട്രൈക്കിംഗ് ഫോഴ്സിനും ജില്ലയിൽ നിയോഗിച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് പെട്രോൾ ഓഫീസർമാർ അവരവരുടെ പരിധികളിലെ പോളിംഗ് ബൂത്തുകളിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്കായി എത്തി എന്ന് ഉറപ്പുവരുത്തുകയും പോളിംഗ് സാമഗ്രികൾ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ച് പോളിംഗ് ബൂത്തുകളിലേക്കും പോൾ ചെയ്ത EVMകൾ സുരക്ഷിതമായി തിരികെ റിസപ്ഷൻ സെന്ററുകളിലേക്കും എത്തുന്നതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ സ്വീകരിച്ചിട്ടുള്ളതാണ്. 16 നിയമസഭാ മണ്ഡലങ്ങളുടെയും സ്ട്രോങ് റൂമുകളിൽ പോലീസിന്റെ 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റം പ്രകാരം പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നർ കോർണറിൽ സേനയുടെ 384 സേനാംഗങ്ങളെയും ഔട്ടർ കോർണറിൽ AP ബറ്റാലിയൻ 224 സേനാംഗങ്ങളുടെയും പെരിഫറൽ പെട്രോൾ ഡ്യൂട്ടിക്കായി ലോക്കൽ പോലീസിന്റെ സേനാംഗങ്ങളെയും ഉൾപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഏകദേശം 70ഓളം സ്ഥലങ്ങളിലാണ് പൊളിറ്റിക്കൽ ആക്ഷൻ ഇന്ന് ജില്ലയിൽ നടക്കുന്നത്. അപ്പം എല്ലാ സ്ഥലത്തെയും സ്റ്റേഷൻ വൈസ് തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ വിളിച്ച് മീറ്റിംഗ് നടത്തുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും 4-ാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്തു തീർത്തിട്ടുള്ളതാണ്. സബ് ഡിവിഷൻ ലെവലിലും മീറ്റിംഗ് വിളിച്ച് ചേർത്തിട്ടുണ്ട്. കൃത്യമായിട്ട് അവർക്ക് എവിടെ വെച്ചാണ് ചെയ്യേണ്ടതെന്നുള്ളത് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ക്ലാഷ് ഉണ്ടാവാത്ത രീതിയിൽ പരമാവധി നിയന്ത്രണങ്ങൾ നമ്മുടെ ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. 6 മണിയാണ്. ഹോം വോട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞു. പോസ്റ്റൽ PVC നമുക്ക് ഏകദേശം 100% VFC മാത്രമേ ഇപ്പോൾ ബാക്കിയാണ്. നമുക്ക് ഏകദേശം 40% കഴിഞ്ഞു ഓൾറെഡി. ബാക്കി നമുക്ക് നാളെ ചെയ്യും. ഓൾറെഡി പോസ്റ്റൽ ബാലറ്റ് എത്തിയിട്ടുണ്ട്.
പക്ഷേ കൂടുതൽ പാർട്ടി നമുക്ക് വിളിക്കുമ്പോൾ അവിടെ പറയുന്നത് നമുക്ക് നാളെ ഈ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിൽ വന്നിട്ട് മാത്രമേ നമുക്ക് വോട്ട് ചെയ്യാം. അതുകൊണ്ട് അവിടെ എല്ലാ LSCയിലെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സിൽ 4 സെൻറ്റേഴ്സ് സജ്ജീകരിച്ചു. എന്താ പോസ്റ്റൽ വോട്ട് നമുക്ക് അറൗണ്ട് 1200-1300 ആയിരുന്നു. എല്ലാം കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു, കംപ്ലീറ്റ് ആണ്. VFC നമ്മുടെ ഫോം 12 വോട്ടർ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി ഇപ്പോൾ 40% അത് ചിലപ്പോൾ ഇന്നും നാളെയും നമുക്ക് കംപ്ലീറ്റ് ആവും. എന്താ മനസ്സിലായില്ല? അത് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ആ രീതിയിൽ തന്നെ കൗണ്ട് ചെയ്യും. ഈ ഹോം വോട്ടിംഗ്, പോസ്റ്റൽ ബാലറ്റും വോട്ടർ ഓൺ ഇലക്ഷൻ ഡ്യൂട്ടി, PVC എല്ലാ പോസ്റ്റൽ ബാലറ്റ് കാറ്റഗറിയിൽ വരും. അത് നമുക്ക് സെപ്പറേറ്റ് ടേബിൾ വെക്കും. നമുക്ക് മെഷീനിൻ്റെ കൗണ്ടിങ് ആണ്, അത് സെപ്പറേറ്റ് ആവും. പോസ്റ്റൽ ബാലറ്റിൻ്റെ പാരലലായിട്ട് കൗണ്ടിങ് പോകും. അതെ അതെ. ഹോം വോട്ടിംഗ് നമ്മുടെ ഏകദേശം വോട്ടർ 18,000 ആയിരുന്നു. നമുക്ക് അറൗണ്ട് 97-98% എത്തിയിട്ടുണ്ട്. ഓൾറെഡി 2-3 തവണ നമുക്ക് വിളിച്ചിരുന്നു, 2 പ്രാവശ്യം വീട്ടിൽ വിസിറ്റ് ചെയ്തിരുന്നു. ഇത് പ്രോപ്പറായിട്ട് കഴിഞ്ഞു. നമുക്ക് ഏകദേശം അറൗണ്ട് 200 ടീംസ് ഇതിൻ്റെ വേണ്ടി നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ഫീൽഡിൽ. പ്രശ്നസാധ്യത ബൂത്തുകൾക്ക് വേണ്ടിയാണ്. നമുക്കിപ്പോൾ 44 ബൂത്തുകളാണ് ക്രിട്ടിക്കൽ ബൂത്തായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ബൂത്തുകളിലും ഒരു ബൂത്ത് മാത്രമുള്ള പോളിംഗ് സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ ഹാഫ് സെക്ഷൻ CAPF ആണ്. എന്ന് വെച്ചാൽ 4 CAPF ആൾക്കാരാണ് ഉണ്ടാവുക. ബാക്കിയുള്ളത് 3 പോളിംഗ് ബൂത്ത് പെർ പോളിംഗ് സ്റ്റേഷൻ മുതൽ 6 പോളിംഗ് ബൂത്ത് പോളിംഗ് സ്റ്റേഷൻ വരെ നമുക്കുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഫുൾ സെക്ഷനാണ്, ഫുൾ സെക്ഷൻ അല്ല, നമുക്ക് മൊത്തം 16 സ്ഥലങ്ങളുണ്ട്. അത് ലിസ്റ്റ് ഞാൻ വേണമെങ്കിൽ സെപ്പറേറ്റ് നോട്ടായിട്ട് അയക്കാം. നിലമ്പൂരും ഉണ്ട്, തിരൂർ താലൂർ ഭാഗങ്ങളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ 2 മേഖലകളിലാണ് കൂടുതൽ നമ്പേഴ്സ് ഉള്ളത്. നെറ്റ്വർക്ക് ഇഷ്യൂകൾ നമുക്ക് ഇപ്പോൾ വയർലെസ് സെറ്റിൻ്റെ പോരായ്മയുള്ളത് 12 ഷാഡോ ഏരിയസാണ് നമുക്കുള്ളത്. അപ്പോൾ 12 ഷാഡോ ഏരിയസിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റിപ്പീറ്റർ വെച്ചിട്ട് നമ്മൾ പരമാവധി വയർലെസ് നമ്മൾ അവിടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമ്മൾ അവിടെ ഏത് മൊബൈൽ നെറ്റ്വർക്കാണ് അവൈലബിൾ എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ മൊബൈൽ നെറ്റ്വർക്കുള്ള സിം ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ സിം വാങ്ങാനുള്ള നമ്മൾ ചെയ്യും. അവിടെ നമുക്ക് മൈക്രോ ഒബ്സർവേഴ്സും കൂടി വെക്കാം. അതിൻ്റെ പോസ്റ്റിംഗ് ഓർഡർ നമുക്ക് ഓൾറെഡി ആയി. ഇതിനെ സംബന്ധിച്ച് ടെലികോം പ്രൊവൈഡറുമായിട്ടൊരു മീറ്റിംഗ് നമുക്ക് ഓൾറെഡി നടത്തിയിരുന്നു. സോ നമുക്കങ്ങനെ പ്രശ്നമില്ല, വല്ലാതെ പ്രശ്നമില്ല. എല്ലാ ബൂത്തുകളിൻ്റെ വെബ്കാസ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഈ മൊബൈൽ ഫോൺസ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ് പോളിംഗ് ബൂത്ത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രിൻറ്റഡ് ID കാർഡ് നമുക്ക് വേണ്ടി വരും. മൊബൈൽ ഫോൺസ് വെക്കാൻ ഒരു സെപ്പറേറ്റ് ഈ തവണ കമ്മീഷനിൻ്റെ ഡയറക്ഷൻ ഉണ്ട്. മൊബൈൽ ഫോണിൻ്റെ ഒരു ബാഗ് ബൂത്തിൻ്റെ പുറത്ത് തന്നെ നമുക്ക് അവിടെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് വോട്ട് ചെയ്തിട്ട് പിന്നെ തിരിച്ച് നമുക്ക് എടുക്കണം. സോ ഒരു പ്രിൻറ്റഡ് ID കാർഡ് നമുക്ക് വേണ്ടി വരും. അതെ അതെ ആ ഇതിൻ്റെ ഒരു PRO ആപ്പ് ഉണ്ട്. എല്ലാ 2 hours വോട്ടിംഗ് ടേൺ ഔട്ട് അവിടെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ട്രയൽ റൺസ് ഒക്കെ നമുക്ക് കഴിഞ്ഞു. Any guidelines commission has? ഇല്ല, ഇതിൻ്റെ സംബന്ധിച്ച് ECIൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. വാട്ട് ഈസ് അലൗഡ്, വാട്ട് ഈസ് നോട്ട് അലൗഡ്. ഈ നമുക്ക് ബൂത്തുള്ള 100 മീറ്റർ പെരിഫറിയാണ് നമുക്ക് മാർക്ക് ചെയ്തോ. ഈ പരിധിയിൽ പുറമെയാണ് നമുക്ക് ഏതെങ്കിലും ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ക്ലിയർ ആണ്. ഗൈഡ് ലൈൻസ് ആർ ദെയർ, വെരി ക്ലിയർ റിഗാർഡിംഗ് ദിസ്. ഇല്ല, അത് അലൗഡ് ഇല്ല. അത് we'll check and let you know. We'll give some clarification on that. ഇതിൻ്റെ കുറച്ച് ക്ലാരിറ്റി നമുക്ക് തരാം നോക്കിയിട്ട് ഗൈഡ് ലൈൻസ്. premises में they can go.
Any other question or else we'll wind up? So I request all of you to exercise your right of vote also. So I think some of you have already voted. Media alkar already are voting through this postal ballot also. The rest of you can vote on mine. Thank you.